السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل بدعة ضلالة. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, നമ്മളെ ഈ സമ്മേളനത്തിൻ്റെ, ഈ കൂട്ടായ്മയുടെ ദൗത്യം നവോത്ഥാനത്തിൻ്റെ ഭാവി എന്നാണ്. അത് നമ്മളെ ദൗത്യം എന്താണ്? അതാണ് ഇതുവരെ കേട്ടത്. നവോത്ഥാനത്തിൻ്റെ ആദ്യകാല പ്രവർത്തകന്മാർ ഏത് നിരക്കും മുജാഹിദുകൾ തന്നെ. അതിൻ്റെ ചരിത്രം ഇന്ന് എല്ലാവരും ഏതാണ്ട് അംഗീകരിച്ച മാതിരിയാണ്. പക്ഷേ ഇതിൻ്റെ ഭാവി എന്ത്? ആ ഭാവിയെ സംബന്ധിച്ച് മാത്രമാണ് രണ്ട് വാക്ക് ഞാൻ പറയുന്നത്. ഇന്ന് നമ്മൾ നേടിയെടുത്ത ഈ നേട്ടം, കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ ദൗത്യം എത്തിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇങ്ങനൊരു ദൗത്യ നിർവഹണം നടന്നതായി അറിഞ്ഞുകൂടാ. ഏറിക്കവിഞ്ഞാൽ ഡൽഹിയിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളല്ല, മറിച്ച് ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. കേരളത്തിൽ 100% വിദ്യാഭ്യാസം നടപ്പിൽ വന്നു എന്ന് പ്രഖ്യാപിക്കുവാൻ യഥാർത്ഥത്തിൽ കാരണക്കാരായത് മുജാഹിദ് പ്രസ്ഥാനമാണ്. മറ്റൊരു സ്ഥലത്തും അതില്ല. ഇവിടെ ആ രീതിയിൽ നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഈ സമ്മേളനം, അല്ലെങ്കിൽ ആ ഒരു നൂറ്റാണ്ടിനെ സംബന്ധിച്ച് സംസാരിക്കുവാൻ വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമ്മേളനത്തിൽ തീർച്ചയായും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇനിയത്തെ ദൗത്യമെന്ത്? വിദ്യാഭ്യാസം നമ്മളെ ആദർശത്തെ സംബന്ധിച്ച് അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും നവോത്ഥാനത്തെ സംബന്ധിച്ചുള്ള ചിന്തയിൽ എല്ലാവരും ഏകീകൃതമായ സ്വഭാവമാണ്. ഇനി നമ്മളുടെ ദൗത്യം എന്താണ്? ഈ ദൗത്യം വ്യക്തിഗതമായി തന്നെ പൂർണ്ണമായും തൗഹീദിൽ ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഈ തൗഹീദിലേക്ക് വരികയും തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉണ്ടായ മാറ്റവും നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കുക. അതിന് നമ്മളെ നിരന്തരമായ ശ്രമം ആവശ്യമാണ്. അതല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ നിന്ന് തന്നെ ചില ആളുകൾ ഖുറാഫാത്തിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കും. കുറച്ചൊക്കെ അതുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. ഒരാൾ കിണറ്റിൽ വീണു, വളരെ വിഷമിച്ച് അയാൾ കരക്ക് കയറി. കരയിലെത്തിയപ്പോൾ പിന്നെ അയാൾ കിണറ്റിലേക്ക് നോക്കുകയും അതിലേക്ക് ചാടുകയും ചെയ്തു. ആ രീതിയിലുള്ള ചില ശ്രമങ്ങൾ അല്ലെങ്കിൽ ചില അനുഭവങ്ങൾ ഇപ്പോൾ നമുക്കുണ്ടായിട്ടുണ്ട്. തൗഹീദി പ്രസ്ഥാനത്തിലേക്ക് അങ്ങേയറ്റം ശ്രമിച്ച് അതിൽ വിജയം നേടിയ സന്ദർഭത്തിൽ പഴയ അന്ധവിശ്വാസത്തിലേക്ക് തന്നെ ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിന് പലതരത്തിലുള്ള കുറുക്കുവഴികളും ഇബിലീസ് നമ്മളെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. നമ്മളെ ദൗത്യം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും തൗഹീദ് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യമാണ്. പൂർണ്ണമായി നമ്മളതിൽ ഇപ്പോഴും വിജയിച്ചിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ദൗത്യത്തിൽ മൊത്തത്തിലുള്ള ഈ സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കുക എന്നത് നടന്നിട്ടുണ്ടെങ്കിലും നമ്മളെ ആദർശം തൗഹീദ് ജനങ്ങളെ, മുസ്ലിം സമൂഹത്തെ കൊണ്ട് തന്നെങ്കിലും അംഗീകരിപ്പിക്കുവാൻ ഇനി നമുക്ക് അധ്വാനിക്കേണ്ടതുണ്ട്. നമ്മൾ ഇത്തരം സമ്മേളനങ്ങൾ നടത്തുന്നത്, ഇത്തരം സംരംഭങ്ങൾ നടത്തുന്നത് ആ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി കൂടിയാണ് എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ മുന്നോട്ട് നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ദൗത്യം പൂർത്തിയാക്കുവാൻ നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.